പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പൊട്ടറ്റയും സവാളയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള അരിഞ്ഞ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 സവാളയും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ വഴറ്റി ഈ സവാളയുടെ നിറം എല്ലാം ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം ഒന്ന് നിറമാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ പൊട്ടറ്റോ ഈ എണ്ണയിൽ ഒന്ന് വഴന്ന് കിട്ടണം. വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രുചി കിട്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കല്ലുപ്പും ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെയും ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.25 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമുക്കൊന്ന് അടച്ച് വെയിറ്റിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു 3 വിസിൽ അടിച്ച് വരട്ടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സമയം നമുക്ക് ചെറുതായിട്ടൊന്ന് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ആ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞ് വരുമ്പോൾ ആ കറിയും ഒന്ന് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എടുത്തൊന്ന് ഇളക്കാം. അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് നമ്മുടെ പെരുംജീരകം പൊടിച്ചതും കൂടെ വേണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പെരുംജീരകമൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇത്രയും മതിയാവും, ചൂടായാൽ മതിയാവും. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു താളിപ്പും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കൊരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് കറി ലീഫ് അതുപോലെ തന്നെ ഉണക്കമുളകും ചേർത്ത് ഒന്ന് വഴറ്റാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ്, വലിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ 2 അല്ലി എടുത്തേക്കും. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്താൽ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. കറിയിലേക്ക് താളിപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ താളിപ്പിൻ്റെ മണമെല്ലാം ഈ കറിയിൽ നല്ലപോലെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇളക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. നല്ല മണവും നല്ല സ്വാദുമായിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തി പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു കറിയാണ് നമ്മളിവിടെ നിന്ന് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ടൊന്ന് കാണുക. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.